ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഇൻസിറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിയൽ ഫോളോവേഴ്സും റിയൽ ലൈക്സും കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻസ് വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൽ കോയിൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഉണ്ട്, ഗെറ്റ് ലൈക്സും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോളോവേഴ്സിന് ലൈക്സും ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഫോളോവേഴ്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ലൈക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് ലൈക്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോവും ലൈക്കും ചെയ്യാണ്ട് കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലെങ്ങനെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫോളോവേഴ്സിന് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഒരുപാട് ഫോളോവേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരെ അത്രയും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും ഇങ്ങനത്തെ ഫോളോവേഴ്സിനെ കയറ്റാണ്ടിരിക്കുക. അത് നിങ്ങളുടെ റീച്ചിനെ നന്നായിട്ട് ബാധിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഏറ്റവും അടിയിലോട്ട് പ്ലേസ് ചെയ്യുക. അത് നമുക്ക് ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബ്ലൂ ബട്ടൺ ആണ് പ്ലസ് ബട്ടൺ. സോ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് ആൻഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോ ആയിട്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെലോസിറ്റി ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പോൾ കുറേ ആപ്പ് ഉണ്ട് കേട്ടോ. ക്യാപ്കട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട് നമുക്ക് വെലോസിറ്റി ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് ഫിനുമേറ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമുക്കിവിടെ അടിയിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. കർവ് സെലക്ട് ചെയ്യുക. കർവ് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഇതാണ് നമ്മൾ കർവ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരുപാട് കർവ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് ഈ ഒരു കർവിൻ്റെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. സോ ജസ്റ്റ് കുറേ എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇനി ബീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് റോ ആയിട്ടൊരു വെലോസിറ്റിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഫിനിഷിംഗ് വർക്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈ ചെയ്തതെന്നുള്ളതൊക്കെ ഒരു പിടുത്തം കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരുപാട് കർവ്സ് ആഡ് ചെയ്യണം, ആ പോയിൻറ്റ്സ് ആഡ് ചെയ്യണം. സോ ഞാൻ ഒരുപാട് പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഞാൻ ഒരുപാട് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് വരാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ജസ്റ്റ് 0.1x നമ്മൾ സ്ലോ മോഷൻ വരേണ്ട ഭാഗത്തായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ മുകളിലിട്ട് പൊന്തുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് നമുക്ക് സ്പീഡ് വരിക. നമ്മുടെ വീഡിയോ സ്പീഡായിട്ട് വരിക ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് 2x അല്ലെങ്കിൽ 3x കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2.5x ആണ് കൊടുക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് 2x കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2x അല്ലെങ്കിൽ 3x ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, സോ അതിനനുസരിച്ച് നമുക്കിവിടെ പ്ലേസ് എടുത്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും മുകളിലത്തെ പോയിൻറ്റ്സ് എല്ലാം 2x അല്ലെങ്കിൽ 2.5x സെറ്റ് ചെയ്ത് കൊടുക്കുക.